ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെണ്ടയ്ക്ക പുളിങ്കറിയാണ് കേട്ടോ. അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു 6-7 വെണ്ടയ്ക്ക നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, 2 തക്കാളി. ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മസാലപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ശർക്കര പൗഡർ. ഇത്രയാണ് കേട്ടോ വേണ്ടത്. ഈ ജീരകപ്പൊടി മസ്റ്റാണ്, മറന്നു പോകരുത്. ഇത്രയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാനെടുത്ത് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് അല്പം ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴന്ന് പോകണ്ട, ഫ്രൈയും ആവണ്ട, അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി ഇത്രയും നമുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പുളിവെള്ളം കൂടി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളി ജ്യൂസും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അത്യാവശ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം, കാരണം ഇത് അല്ലെങ്കിൽ നന്നായിട്ട് ഒരു തിക്കായി വരും ഇതിൻ്റെ ചാറൊക്കെ. അപ്പോൾ നമ്മൾ ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ശർക്കര പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല അടിപൊളി ടേസ്റ്റായി. നമുക്കിനി ഇതൊരു ഒഴിച്ച് കറിയായിട്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ ഈ കറി ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നല്ല ടേസ്റ്റുള്ള തന്നെ ഒരു കറിയാണ് കേട്ടോ ഇത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.